ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷനും ആൻഡ് ഗെയിം പ്ലേ ആയിട്ടും കൂടിയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഫോൺ അടിച്ച് പോയ കാര്യം പറയാനാണ് വന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യാതെന്ന് ആരുടെടുത്തും പറഞ്ഞിട്ടില്ലേനും ഞാൻ ഈകളുടെ ലൈവും കണ്ട് ഫോണ് ബാക്ക് അടിച്ച് വൈഫൈ ഒക്കെ ഓഫാക്കി ഫോൺ അവിടെ സൈഡിൽ വെച്ചതായിരുന്നു. രാവിലെ നീച്ചപ്പോൾ തന്നെ തൊട്ടടുത്ത് ഫോണായിരുന്നു. അപ്പോൾ ജസ്റ്റ് മൊബൈൽ നമ്മുടെ ഫോൺ എടുത്ത് നോക്കുമല്ലോ. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ ഫസ്റ്റ് നെക്കിയിട്ട് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എന്നെ നെക്കി പിടിച്ച് നോക്കി, നോ വർക്ക്. ലാസ്റ്റ് ബാക്ക് ഊരി നോക്കി, ഞാൻ ബാറ്ററി ബാക്ക് മൊത്തം ഊരിയേണ്ട ബാറ്ററി ഒന്ന് കണക്ഷൻ ജസ്റ്റ് ഓഫാക്കിയിട്ടാണ് കുടിക്കുക. വർക്കേ ആവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ തിരുമ്പ ചടിച്ച് പോയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിട്ടതാണ്. ജസ്റ്റ് പിന്നെ ഉമ്മാൻ്റെ ഫോണിലാണ് അത് വീഡിയോ മറ്റേതൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം പ്ലേ കളിച്ചതിന് ശേഷമാണ് റെക്കോർഡ് മറ്റേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ഫ്രീ ഫയറിൽ. അങ്ങനെ സേവ് ചെയ്ത സാധനം ഇത് റെക്കോർഡ് ചെയ്താണ് ഇത് കാണിക്കുന്നത്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വോയിസും പറയാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ഫോൺ ഇപ്പോഴത്തെ നിലവിൽ ഞാൻ എൻ്റെ ഏട്ടൻ ഫോണും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ ചെക്ക് ചെയ്യുന്നതിന് കായ് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതിന് ആൾ നന്നാക്കാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. എത്ര ആകുമെന്ന് ഓർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും നന്നാക്കി കിട്ടും. ഏട്ടൻ്റെ വകയായിരിക്കും നന്നാക്കി തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഫോൺ കിട്ടിയിട്ടേ ബാക്കി പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി മുതൽ കുറേ കാര്യങ്ങൾ എന്തായാലും ഒഴിവാക്കാൻ പോവുകയാണ്. ഫോൺ അത്രയും പവർ വന്നിട്ടായിരിക്കും, അത്രയും ആപ്സും ആ 3GB റാമിൽ അത്രയും സാധനങ്ങൾ സപ്പോർട്ട് വരാത്തതുകൊണ്ടായിരിക്കണം. ഞാൻ എന്തായാലും മാക്സിമം ഇനി നല്ല കോലത്തിൽ ലൈവ് ഇടാനൊക്കെ നോക്കാം. നല്ല കോലത്തിലും കുറേ ആപ്പ് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നിർത്താൻ പോവുകയാണ് ഗെയിമിങ്ങും. അപ്പോൾ എന്തൊക്കെ മാറി മറിയുന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഫോൺ കിട്ടിയിട്ട് നമുക്കൊക്കെ അതിനനുസരിച്ച് ഫോണിൽ എന്തൊക്കെ ആപ്പുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കാരണം എഡിറ്റിങ്, വീഡിയോ എഡിറ്റ്, ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ് പോവാം. അതിൻ്റെയൊക്കെ ഒരു ഇതന്നെ പാക്കേജ്, വോയിസ് പാക്കേജ് എല്ലാ തേങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫയലും അത്രയും ആപ്സും ഗെയിമിങ് ഇതും കൂടെ ഉണ്ടായതുകൊണ്ട് അതിക്ക് നമ്മൾ ഞാൻ പവർ ബാങ്ക് യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്, കുത്തിച്ച് കളിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ GTA ഞാൻ മോഡ് ചെയ്ത് കളിക്കാറുണ്ട്. ഒക്കെ പാടായതുകൊണ്ട് താങ്ങത്തില്ല. അത് കാരണത്താലായിരിക്കണം ഇതിൽ ബാക്കി കളിക്കാനും പറഞ്ഞിട്ടേ അറിയുള്ളൂ. കാരണം അത്രയും പ്രശ്നം വരും. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ നല്ല ഞാൻ പണ്ട് ലോക്കൽ ചുമ്മാ ലൈവ് ഇട്ടൊക്കെ ലോക്കൽ കുത്തിച്ചാണ്ട് ഇപ്പോൾ GTA ഗ്രാഫിക്സ് ഇട്ടിച്ചാണ്ട് ഓട്ടോ ഡ്രൈവിൽ ഇട്ടിച്ചാണ്ട് ചുമ്മാ പോയി. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഈകളുടെ ലൈവ് ഞാനങ്ങനെ ലൈവ് എടുത്തൊക്കെ ഈകളുടെ ലൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ കയറി കണ്ടും ചെയ്തു. ഫസ്റ്റ് അങ്ങനെ അടിച്ചു പോയി. അപ്പോൾ നേരെ ഇനി നമ്മൾ പറഞ്ഞ് ഷോക്ക് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ഇനി ഗെയിം പ്ലേക്ക് എടുക്കാൻ വെച്ചാൽ പറയാം. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നടന്നതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അടിച്ച് തീർത്തിരിക്കണം. അപ്പോൾ ടീം മൊത്തം വൈപ്പായി. അപ്പോൾ ഒറ്റൊരാളാണ് നമ്മൾ റിവൈവ് ചെയ്യണത്. അപ്പോൾ റിവൈവ് ചെയ്യേണ്ടത് ഓക്കെ, ആളെ റിവൈവ് ചെയ്തിട്ട് വേണം നമുക്ക് അടിക്കണം. പൂരപ്പുറമ്പിൽ അടിയായിരിക്കും മോനെ. ഞാനിത് കളിച്ചതാണ്. ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസും പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, നമ്മൾ ആ വോയിസ് കേട്ട് നിങ്ങൾക്കൊരു എനർജി കിട്ടിയാൽ എത്രയെങ്കിലും. ഇപ്പോൾ ടീം റിവൈവ് എന്താ ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരെ വന്ന് ഇറങ്ങാൻ പോകണം. ഫെദിരി എന്നാണ് നമ്മളെ പേര് നോക്കി കാണാം, KS ഫെദിരി. അപ്പോൾ എന്തായാലും പുതിയ ഗിൽഡ് നമ്മൾ പഴയ ഗിൽഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിക്കല്ല അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് മെയിൻ ആക്കുന്നില്ല. കാരണം ആ ഒരു ഗിൽഡ് മൊത്തത്തിൽ എരപ്പായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കിങ് സ്റ്റാർ എന്നുള്ള പേരിൽ തന്നെ പുതിയൊരു ഗിൽഡിനെ ഉണ്ടാക്കിയാണ്. ലെവൽ 1 ആയിട്ടുള്ളൂ, ആകെ 3 ആളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൾക്കാരെ വിളിച്ച് കയറ്റുന്ന പഴയ കിങ് സ്റ്റാർ ഒഫീഷ്യൽ പ്ലേയേഴ്സിനെ ഫുള്ള് പിടിച്ച് കയറ്റുന്ന ആൾക്കാരൊക്കെ ചെതറിപ്പോയിക്കാണ് പല ഗിൽഡുകളിട്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് കമ്പാക്ക് വിളിക്കണം. അതാണ് ഞാൻ അടുത്ത് ചെയ്യാനുള്ള പ്രൊസസ്സർ. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഗിൽഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് അയക്കുക. കിങ് സ്റ്റാർ ഒഫീഷ്യൽ പേജിൽ നിന്ന് മെസ്സേജ് അയക്കുക. അവിടെയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. പേര് കിങ് സ്റ്റാർ ഒഫീഷ്യൽ 2K24 എന്നാണ്. ജസ്റ്റ് എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്തിട്ടൊന്ന് അയക്കുക. ഓക്കെ, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡിസ്കൗണ്ടിലുണ്ട്, ഡിസ്കൗണ്ടിലും വരാം. ഓക്കെ, അവിടെ 2 റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പേഴ്സണലായിട്ട് എന്തായാലും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പുതിയ വന്ന് റിക്രൂട്ട്മെൻറ്റ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളെന്തായാലും നമ്മൾ ഫാക്ടറിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗണ്ണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 0 കില്ലാണ്. ഇതൊരു കില്ലും കിട്ടില്ല, ഒരു കുണുവ പോലും ഇല്ല. പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ ലൂട്ടിട്ടെ എന്നിട്ട് നേരെ അടിക്കുക. അപ്പോൾ നമുക്ക് ലൂട്ടാണ് മെയിൻ. നമുക്ക് ഇന്നത്തെ ഫുഡ് പറഞ്ഞാൽ ഇതിൽ ഫുഡല്ല, ഇതിൽ ഫുള്ള് നമുക്കിതാണ് ഗണ്ണ്, ബുള്ളറ്റ് ഒക്കെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം, അറിയാലോ. നമ്മളൊന്നും നോക്കണില്ല, നമ്മൾ ഫുൾ ലൂട്ടിയിട്ടുണ്ട്. ഇനി നേരെ അടിക്കാൻ ചെല്ലാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു പേരൊക്കെ ഫെദിലി എന്നാണ്, KS ഫെദിലി. എന്തുകൊണ്ടാണ് ലോല ഫെദിലി എന്നുള്ള പേരിൽ വന്ന് ആ KS ലോലിനെവിടെ നിങ്ങൾ ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് കുടുങ്ങി. അത് എങ്ങനെ ഏതാ അറിയില്ല. ഞാൻ ഒരു അക്കൗണ്ട് എടുത്തപ്പോൾ 3 day ബാൻ. അപ്പോൾ ഒരുത്തന്നെ കളിച്ചാൻ കൊടുത്തിട്ടുണ്ട്. സ്പൈഡി അറിയും ആൾ കാണുന്നുണ്ടോ പോലും അറിയില്ല. എങ്ങനെ കുടുങ്ങിയെന്ന് അറിയില്ല. അവൻ്റെ കയ്യിൽ അക്കൗണ്ട് കൊടുത്ത ശേഷം ഇങ്ങനെ കിട്ടി. അവൻ കയറ്റി ഫയൽ കളിച്ചാണോ വേറെ ആരെയും കൂടെ കളിച്ചവനാണോ അങ്ങനെ കുടുങ്ങിയതാണോ അറിയില്ല. ഇതിൽ കിട്ടിയിട്ടുണ്ട് 3 day ബാൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് റിക്വസ്റ്റ് വെച്ചിട്ട് അവർ 15 ദിവസം കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ബാൻ പോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് ഗെയിമിങ് നമ്മൾ ഫ്രീ ഫയർ ലൈവ് കുറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ RPയും പിന്നെ നമ്മൾ ഈ ഫെദിൽ അക്കൗണ്ടിലാണ് ലൈവ് ഇട്ടിട്ടുള്ളത്. ചെക്ക് ചെയ്താലും മതി.
അപ്പോൾ പിന്നെ നമ്മളെ അക്കൗണ്ട് മൂജിക്ക് തട്ടി എടുക്കുകയാണ്. സെക്കൻഡ് അക്കൗണ്ട് വെച്ചിട്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ കളിക്കാനുള്ളത് VR കിങ് ആണ്. മറ്റുള്ളവർക്ക് റാൻഡമായിട്ടുള്ള പ്ലേയേഴ്സാണ്. കിങ്സ്റ്റാറിൽ വേറെ ആരെയും നമുക്ക് കളിക്കാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മളത് കുത്തി പിടിച്ച് നമ്മൾ ഇടുകയാണ്. അടുത്ത മാഗിടെ മാഗിട്ടൊക്കെ അടിക്കണേ. എന്നിട്ട് നമ്മൾ പുട്ടനെ കാണുന്നത് ഒരു പ്രശ്നമാണ്. ഇതിന് മുന്നേ നമ്മൾ നേരത്തെ എത്തത് ഓർമ്മ ഉണ്ടെന്നറിയില്ല, അതൊരു മാഗ് ഉള്ളതിനാണ് നമ്മൾ അടിച്ചിട്ട്. ഇത് കയറി വരുന്നുണ്ട്, ഒന്നും നോക്കില്ല, ചാടി അടിക്കുകയാണ്. അവനെ ഒന്നും നോക്കില്ല, നമ്മൾ അടിച്ചു. പക്ഷേ അത് VR കുമ്മി കൊണ്ടുപോയി പാന്നി. VR കിങ്, പിന്നെ VR കിങ്ങിൻ്റെ ഒരു DJ സോങ്സ് പറഞ്ഞ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതിലുണ്ടാവും, ഇതിലാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ അതിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അവിടെ ഓക്കെ. വേറെ തന്നെ ഇവിടെ എടുത്തുണ്ട്. ഓക്കെ ഓക്കെ, അത് VR കുമ്പോ ടോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ടോക്കണം. ചാടി തിരിഞ്ഞാണ് അച്ഛടി ആളുണ്ടാവും. ഇതിന് പൊട്ടനാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആൾ ശ്രദ്ധിച്ചില്ല. എൻ്റെ അങ്ങനത്തെ ഒരു മൂമെൻറ്റ് ഉണ്ടാകുന്നു, ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൊഫഷണൽ പ്ലെയറല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വരാനുള്ള കാരണം, മെയിനായിട്ടുള്ള കാരണം, നമ്മൾ എൻ്റെ അക്കൗണ്ട് ഈ ബ്ലാക്ക് ലിസ്റ്റ് കുടുങ്ങിയ കാര്യം പറയാനും അതുപോലെ നമ്മൾ ഫോൺ പോയ കാരണം കൂടിയാണ്. അപ്പോൾ ഇനി ഫോൺ എന്തെങ്കിലും കംബാക്ക് അടിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഇനി മുതൽ ലൈവ് കുറവായിരിക്കും, പലതും സംഭവിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ കിങ്സ്റ്റാറിൻ്റെ ഇതുണ്ട്, ഗിൽഡ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആരും ജോയിൻ ചെയ്ത പോലെ നമുക്ക് ഗിൽഡൊന്ന് കിങ്സ്റ്റൺ ഒഫീഷ്യൽ പ്ലേയേഴ്സിന് കുറേ ആൾക്കാർ ഉണ്ടാക്കണം. ഏകദേശം നമ്മൾ ഒരു ഗിൽഡിൽ ഒഫീഷ്യൽ പ്ലേയേഴ്സ് 30 ആൾക്കാരെങ്കിൽ വേണം നമുക്ക് ഒഫീഷ്യലായിട്ട്. നമുക്ക് മെയിനായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ VR അങ്ങനെ ഗണ്ണൊക്കെ എടുക്കാൻ മാറ്റുന്നുണ്ട്. ഞാൻ അപ്ഗ്രേഡ് ചിപ്പാണ് വാങ്ങുന്നത്. നമുക്കുള്ള ഈ ഒരു ഗണ്ണിന് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഈ ഗണ്ണൊക്കെ ഹെഡടിക്കാൻ കഴിയും, ബട്ട് ചില നേരം ഒരു ഊമ്പി കളിയാണെന്ന് വെച്ചാണ്. ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ട് പോയി സെറ്റാക്കിയത്, അതിൻ്റെ മെയിൻ അക്കൗണ്ടിലാണ് സെറ്റാക്കിയതുള്ളൂ. മെയിൻ അക്കൗണ്ട് എൻ്റെ ഫോണിലെ സിസ്റ്റംസ് ആട്ടാകും. ഇതിൻ്റെ മദറിൻ്റെ ഫോൺ എന്തായാലും 4GB റാം ഉണ്ട്, പക്ഷേ ഗെയിം സപ്പോർട്ടിങ് ഇല്ല. പക്ഷേ എൻ്റെ 3GB റാം ഗെയിമിംഗ് സപ്പോർട്ടിങ് കാണാൻ ലുക്കും എല്ലാം കൊണ്ട് കേടില്ല മോനെ, സീനാണ്. അവൻ വണ്ടി എടുത്ത് പോകാനൊക്കെ നോക്കുക, എല്ലാം പിന്നെ അടിച്ചുറക്കിയില്ലേ. ഓക്കെ, അവിടെ വേറെ തന്നെ അടിച്ചിറക്കിയിട്ടേ, ബെറ്റിനെ അടിച്ചിറക്കിയിട്ടേ. ശോക കളി. ആ ടീമുള്ള 4 നമ്പർ AFK ആയി. അടിപൊളി. ഓക്കെ, അടുത്ത ആൾ അടി ചോദിച്ച് വാങ്ങുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരു ആവശ്യത്തിൽ വന്നതാണ്, പക്ഷെ ഊഹിക്കണ്ടില്ല. ഇതൊക്കെയാണ് ഈ ഫോണിക്ക് എയിം കിട്ടണില്ല. പക്ഷേ എൻ്റെ ഫോണെങ്ങനെ കിട്ടട്ടെ, പോയതിന് ആ ഒരു ബാൻ മാറി കിട്ടണുണ്ട്. അത് ഭയങ്കര ഷോക്കാണ് ഗരേനെ കാണിക്കുന്നത്. എൻ്റെ ഇത് ബ്ലാക്ക് ലിസ്റ്റ് മാത്രമല്ല, ഞാനെല്ലാം റിയൽ ആയിട്ടുള്ള ഓണറല്ല ചെയ്തതെന്നുള്ള പറഞ്ഞവർക്ക് മനസ്സിലാവുമെന്നറിയില്ല. എങ്ങനെ ഞാനാണ് റിയൽ ഓണർ, മറ്റും വേറെ ഓണറെന്നൊക്കെ അത് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കളിക്കുന്നതിൻ്റെ പെട്ടെന്ന് നെറ്റ് ഇഷ്യൂ ആണ്. നമുക്കിപ്പോൾ എത്ര കില്ലായി? 2 കില്ല് ഇല്ലേ? നമുക്ക് കില്ല് വേണം, എടുക്കാം. നമുക്ക് കുറച്ച് ടോക്കൺസ് കളക്ട് ചെയ്തൊക്കെ ആവശ്യം വരും. ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റിവൈവ് ചെയ്യേണ്ടി വരും. അതിനാൽ നമ്മൾ ടോക്കൺസ് മൊത്തം സെറ്റാക്കി വെക്കുന്നുണ്ട്. അവിടെ മോനെ. ഓക്കെ, അതിനൊരു VR നമ്മളെ ബാക്കോട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എനിമി ഉണ്ട്, ഞാനതിപ്പോൾ ശ്രദ്ധിച്ചില്ല. അവൻ എങ്ങനെയുണ്ട് പോയി പുഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് VRൻ്റെ. അപ്പം ഞാൻ ലൊക്കേഷൻകാരെ ഞാൻ ചുമ്മാ അങ്ങനെ ക്യാമറ കറക്കി നോക്കിയപ്പോഴാണ് അங்கே பார்த்து ഒരുത്തന്നെ അங்கே അപ്പം തന്നെ അടിച്ച് ഉറക്കാൻ തോന്നി. ഓക്കെ, നമ്മൾ നേരെ ഒന്നും നോക്കില്ല, പാത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ എടുത്ത് അടിച്ചിട്ട് അപ്പോൾ പാത്തുമ്പോഴത്തേനാണ് കയറി പാത്രം വെച്ച് പാത്തി അങ്ങനെ നോക്കി. ഓക്കെ, അപ്പോൾ VR കിങ്, ഞാൻ പറഞ്ഞു VR കിങ് കുമ്മല്ലേ ചിലൊരു പരിപാടി ഉണ്ട്. ആ മറ്റേ എബിലിറ്റി ടോട്ടൻ്റെ ആ എബിലിറ്റി റിവൈവ് ആകാത്തത്, റിവൈവ് ആയി കഴിഞ്ഞാൽ അടിച്ചിട്ടാകുന്നത്, മനസ്സിലായോ? അങ്ങനെ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുമ്മല്ലേ എന്ന് വെച്ചാൽ കുമ്മല്ലേ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യം പറയാം സത്യം. കാരണം ഇങ്ങനെ കുറേ എണ്ണം റിവൈവ് ആകാൻ കാത്ത് കുമ്മല് ഇതേ അവിടെ അടിച്ചിടും. ആ ടൈമിൽ അങ്ങനെ വേറെ ടീമിൽ നിന്നാണ് ഫുൾ ഗ്ലോ ആയിട്ടിട്ട് റിവൈവ് ആകാൻ കാത്തിക്കും, എന്നിട്ട് അവനെ അടിച്ചിടും സ്കില്ല് കുമ്പോ. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്, ഇതൊക്കെ സൂക്ഷിക്കുക. കുറേ കില്ല അങ്ങനെ പോയിട്ടുണ്ട്, അനുഭവം ഗുരുവാണ്. ഓക്കെ, പക്ഷേ ഈ അക്കൗണ്ട് കുഴപ്പമില്ലാത്ത കളക്ഷനുള്ളൂ. എൻ്റെ മെയിൻ അക്കൗണ്ടിലാണ് എനിക്ക് കളക്ഷൻ ഏത് കണ്ടെടുത്താലും കിൽ മെസ്സേജ് ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ ഏത് ഇട്ടാലും ഒരു ഇതില്ല, ഇത് സ്കിന്നില്ല. കില്ലിന് ഇങ്ങനെ മെസ്സേജസ് വരുമ്പോണ്ടല്ലോ ഒരു സുഖമാണ്. ആ MP5 ഒക്കെ വരുമ്പോണ്ട് മോനെ. ഓക്കെ, അവിടെ ഒരു സ്കോഡ് തന്നെ ഉണ്ട്. ആ സ്കോഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഞാൻ അവനോട് ഫൈറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മറ്റേ ഗ്ലൂവാൾട്ട് അവിടെ ഞാൻ അറ്റ നിർത്താം, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ അടിച്ച് നോക്കാം. ഓക്കെ, വേറെ ഫൈറ്റ് എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോൾ സീൻ നമ്മളങ്ങോട്ട് കണ്ട ഒരു കോംബോ ചെയ്താൽ കളിക്കുന്നത്. നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടാണ് കളിക്കുന്നത്, മനസ്സിലായി? നമ്മൾ വേഗം മൂവായി പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സാധനം ഈ പറക്കണ സാധനം അതുണ്ടെങ്കിൽ സുഖമാണ്. ഈ ചാടി പുറത്ത്
ഓക്കെ അടുത്ത ഓപ്പണിൽ എന്നും പോയി കളിച്ചാണ് ഇവനെ നമ്മൾ അടിച്ചു വയ്ക്കാൻ പോവാണ്. ആക്കി ഡൗൺ ആക്കിയിട്ടുണ്ട്, ബട്ട് കില്ല് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് അപ്പോൾ അടി വന്ന് വേറെ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ സ്കോപ്പ് ചെയ്ത് അവനെ ഡൗൺ ആക്കി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വിയർ പോലെ അവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിയർ അത് ഡൗണാണ്, അത് ഡൗണാണ്. അവൻ വിചാരിച്ചു അവിടെ ഡൗൺ ആക്കിയിട്ടതാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാക്കിലും ഡൗണാണ് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കയറി പുഷ് ചെയ്ത് പിന്നെയാണ് വിയർ അങ്ങോട്ട് വരുന്നത്. ആൾ ഫസ്റ്റ് പുഷ് ആൾ വിചാരിച്ചു അവിടെ ആ എനിമി ഡൗൺ അല്ല. പിന്നെ ലോലെന്നെ അറിയാമല്ലോ, ലോല പിന്നെ അടിച്ച് കയറി വന്ന് തീർത്തവന്മാരെ. ഒറ്റയ്ക്ക് വൈവെട്ടി വന്നവനാടാ, ഒറ്റയ്ക്ക് വൈവെട്ടി വന്ന കളിയാക്കുന്നടാ പട്ടികളെ. അതായത് അവസ്ഥ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ 6 ലൈവ് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് വേണം. 4 കുണുമയുള്ള 4 കുണുമ വെച്ചത് കാണിക്കാനില്ല. നമ്മൾ സേഫാണ് ബാക്കിൽ നിന്ന് അടിയിരുന്നത് നോക്കിയാൽ. ഓക്കെ അടുത്തവൻ നമ്മൾ മാക്സിമം ഡാമേജ് കൊടുത്ത് ബട്ട് ആളവിടെ ഗോൾഡ് നിന്നു. ലാസ്റ്റ് മാൻ അവനുണ്ട് അവിടെ മോനെ, ലാസ്റ്റ് മാൻ മറ്റേ സോൺ മറ്റേ ടീമേറ്റ് ഡൗൺ ആയത് വേറെ സോൺ അടിച്ചിട്ടാണ്. ഓക്കെ ബിയർ ഗെയിമർ അവന് തീർത്തു. അതോടെ ഗുയെ. അപ്പോൾ ഈ വീഡിയോ വെച്ച് എൻ്റെ പ്രമേഷനുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.